തെക്കേമല. മുണ്ടക്കയത്തിനും കുട്ടിക്കാനത്തിനും ഇടയ്ക്കുള്ള മനോഹരമായ പ്രദേശം. കാഴ്ചകൾ കൊണ്ട് വിസ്മയം തീർക്കുന്ന പ്രദേശം. കാനന ഭംഗിയിൽ ഒരു മായാചിത്രം പോലെ അതീവ സൗന്ദര്യമുള്ള ഒരു വെള്ളച്ചാട്ടം. നമ്മുടെ ഇന്നത്തെ യാത്ര തെക്കേമല വെള്ളച്ചാട്ടത്തിലേക്കാണ്. കാണാം തെക്കേമലയുടെ കാഴ്ചകൾ. ഫോർ ദ മ്യൂസിക്കിലേക്ക് സ്വാഗതം. മുണ്ടക്കയത്ത് നിന്നാണ് നമ്മുടെ യാത്ര ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. എരുമേലിയിൽ നിന്ന് മുണ്ടക്കയത്തേക്ക് എത്തുമ്പോൾ കാണുന്ന പാലമാണിത്. ഒരുപാട് തവണ പല കാഴ്ചകൾ തേടി നമ്മൾ ഇവിടെ നിന്ന് യാത്രകൾ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പുഴയും ഈ പാലവും ഒരിക്കലും മറക്കാത്ത കാഴ്ചകളാണ്. ഈ ഭാഗം കാണുമ്പോൾ എന്തോ ഒരു ഫീലാണ്. ഹൈ റേഞ്ചൊക്കെ കയറാൻ പോകുന്നതിൻ്റെ ഒരു വൈബ് ശരിക്കും ഈ കാഴ്ചകളിൽ നിന്ന് കെട്ടിത്തുടങ്ങുമെന്ന് പറയാം. ഇന്ന് എൻ്റെ കൂടെ അപ്പുവാണുള്ളത്. എൻ്റെ അനിയനാണ്. ലൈഫിൽ ഒത്തിരി തവണ ഈ പ്രദേശങ്ങളുടെ കാഴ്ചകൾ കണ്ട് യാത്ര ചെയ്യുന്നു. പക്ഷെ എപ്പോഴും ഈ ഭാഗത്തേക്ക് എത്തുമ്പോൾ ഇവിടെയൊക്കെ ആദ്യമായി കാണുന്നൊരു ഫീലാണ്. ഇനി നമ്മൾ കോട്ടയം കുമളി റോഡിലേക്കാണ് കയറുന്നത്. കുട്ടിക്കാനത്തേക്കുള്ള വഴിയാണ് തിരിയേണ്ടത്. ടൗൺ അവസാനിക്കുന്ന ഭാഗം കഴിഞ്ഞ് പെരുവന്താനത്തിന് മുമ്പായി പള്ളിയങ്കാവ് ദേവീക്ഷേത്രത്തിൻ്റെ റോഡിൻ്റെ ഭാഗത്തേക്ക് തിരിയണം. പാലൂർക്കാവ് റോഡെന്നാണ് ഗൂഗിൾ മാപ്പിലൊക്കെ കാണിക്കുന്നത്. ഇന്നധികം തിരക്കില്ല, നല്ല റോഡുമാണ്. വെള്ളച്ചാട്ടം വരെ ഇങ്ങനെ റോഡ് നല്ലതാണെന്ന് പറയാം. സുഖമായി റോഡിന്റെ ഇരുവശത്തെ കാഴ്ചകൾ കണ്ട് അവിടേക്ക് എത്തിച്ചേരാൻ പറ്റും. റോഡിന്റെ ഇരുഭാഗത്തും തകർപ്പം ബിസിനസ് നടക്കുന്നുണ്ട്. അതിലേറെയും റംബുട്ടാന്റെ കച്ചവടമാണ്. പിന്നെ കൈതച്ചക്കയും. റംബുട്ടാനും കൈതച്ചക്കയും റോഡിന്റെ ഇരുഭാഗത്ത് പലയിടങ്ങളിലായി ഒരുപാട് സ്ഥലങ്ങളിലായി വെച്ച് വെക്കുന്നുണ്ട്. റംബുട്ടാൻ നല്ല രുചിയുള്ള ടൈപ്പാണ്. കുരുവിൽ നിന്ന് പെട്ടെന്ന് അടർന്നു വരുന്ന സൈസുമാണ്. അങ്ങനെയുള്ളത് പൊതുവെ കിട്ടാൻ പാടല്ലേ. അതുമാത്രമല്ല നല്ല രുചിയുള്ള ടൈപ്പുമാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ഭാഗം. ഇവിടെ നിന്നാണ് തിരിഞ്ഞ് തെക്കേമലയിലേക്ക് പോകേണ്ടത്. പള്ളിയങ്കാവ് ദേവീക്ഷേത്രത്തിൻ്റെ ആർച്ചൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. അതുമാത്രമല്ല, ഇവിടുന്ന് ഒരു 500 മീറ്റർ പോയാൽ റൈറ്റ് സൈഡിലായിട്ടൊരു ഹോസ്പിറ്റലുണ്ട്. ഹോസ്പിറ്റലിൻ്റെ എക്ക് ബോർഡും ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഒരടയാളത്തിനായി പറഞ്ഞതാണ്. ഇവിടെ നിന്ന് ഏകദേശം 7 കിലോമീറ്റർ ദൂരമാണ് തെക്കേമല വെള്ളച്ചാട്ടത്തിലേക്ക്. ഈ ഭാഗമൊക്കെ കാണാൻ നല്ല ഭംഗിയല്ലേ. ഒരു സൈഡിൽ കണ്ണെത്താത്ത ദൂരത്തോളം കൈതത്തോട്ടവും മറുഭാഗത്ത് റബ്ബർ തോട്ടവുമാണ്. മുന്നോട്ടും ഇങ്ങനെ തന്നെ മനോഹരമായ ഒരുപാട് കാഴ്ചകളുണ്ട്. ഇടയ്ക്കൊക്കെ ചെറിയ അരുവികളും ചെറിയ വെള്ളച്ചാട്ടങ്ങളുമുണ്ട്. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഇതാണ്. വൻമരങ്ങൾ തഴച്ചു വളർന്നു നിൽക്കുന്നു. അതിൻ്റെ വേരുകൾ തടിയോളം വലിപ്പത്തിൽ താഴേക്ക് കിടക്കുന്നു. നല്ല ഉരുളൻ കല്ലുകളിൽ പതഞ്ഞൊഴുകുന്ന അരുവിയും ചെറിയ പാലവും കിളികളുടെ ശബ്ദമൊക്കെ കൂടി നല്ല ഭംഗിയുള്ളൊരിടമാണ്. ഞങ്ങൾ ഒരുപാട് നേരം ഇവിടുത്തെ കാഴ്ചകൾ കണ്ടു നിന്നു. ആർച്ചിൻ്റെ ഭാഗത്ത് നിന്ന് ഇവിടേക്കൊരു 3 കിലോമീറ്റർ കാണും. മുന്നോട്ടുള്ള യാത്ര തുടരാൻ തീരുമാനിച്ചു. ഈ കാണുന്ന വളവിൻ്റെ ഭാഗത്ത് നിന്ന് നേരെ മുന്നോട്ട് പോകണം. ഈ ഭാഗത്തൊരു ബോർഡൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്, തെക്കേമല വെള്ളച്ചാട്ടം എന്നൊക്കെ എഴുതി. പക്ഷെ കാലപ്പഴക്കം കൊണ്ട് ബോർഡ് മാഞ്ഞിരിക്കുന്നു. പെട്ടെന്ന് നമ്മുടെ കണ്ണിൽ പെടില്ല. വളവിന്റെ ഭാഗത്ത് നിന്ന് കഷ്ടിച്ച് ഒരു 750 മീറ്റർ മുന്നോട്ട് പോയാൽ വെള്ളച്ചാട്ടത്തിന്റെ ഭാഗമാണ്. ദാ ഈ കാണുന്നതാണ് വെള്ളച്ചാട്ടത്തിന്റെ സ്പോട്ട്. അങ്ങനെ വെള്ളച്ചാട്ടത്തിന്റെ ഭാഗമായി ഈ പാലത്തിന്റെ ഭാഗത്താണ് വെള്ളച്ചാട്ടം ഉള്ളത്. റോഡിന്റെ സൈഡിൽ തന്നെ നമുക്ക് മുകളിലായിട്ട് വെള്ളച്ചാട്ടം കാണാം. നല്ലൊരു ലൊക്കേഷനാണ് കേട്ടോ, നല്ല ഭംഗിയുള്ള ലൊക്കേഷൻ. ഈ പാലത്തിൻ്റെ ഭാഗത്ത് നിന്ന് തന്നെ നമുക്ക് വെള്ളച്ചാട്ടം കാണുമ്പോൾ ഒരുപാട് ഇഷ്ടപ്പെടും. അത്ര മനോഹരമായ ഒരു ലൊക്കേഷനാണ്. പ്ലസ് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചകളും അത്രയ്ക്ക് ഭംഗിയുള്ളതാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട വെള്ളച്ചാട്ടങ്ങൾ പോലെ തന്നെ മനോഹരമായ ഒരു വെള്ളച്ചാട്ടമാണ്. നമുക്ക് സേഫായിട്ട് എത്തിച്ചേരാൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണ് കേട്ടോ. ഒരുപാട് ഫാമിലിയൊക്കെ വന്ന് പോകുന്നൊരു ലൊക്കേഷനാണ്. റോഡിനോട് ചേർന്നൊരു ഭാഗമായതുകൊണ്ട് തന്നെ നമുക്ക് സേഫാണ്. വലിയ ബുദ്ധിമുട്ടില്ലാതെ ഇങ്ങോട്ടേക്ക് വരാൻ പറ്റും. ഒരുപാട് ആൾക്കാർ ബസ്സിലൊക്കെ വന്നിട്ട് ഇവിടെ ഇറങ്ങി ഇങ്ങോട്ടേക്ക് നടന്ന് ഈ ഒരു ലൊക്കേഷൻ എൻജോയ് ചെയ്യാനായിട്ടൊക്കെ വരുന്നത് കണ്ടു. മനോഹരമായൊരു സ്പോട്ടാണ് കേട്ടോ, നല്ല ഭംഗിയുള്ള പ്രദേശം. കുറച്ചു നേരം വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചകൾ ഞങ്ങൾ റോഡ് സൈഡിൽ ഈ പാലത്തിൻ്റെ ഭാഗത്ത് നിന്ന് തന്നെ കണ്ട് ആസ്വദിച്ചു. ബൈക്ക് സൈഡിൽ വെച്ച് ഞങ്ങൾ മുകളിലേക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ ഭാഗത്തേക്ക് നടന്നു. താഴത്തെ ഈ ഒരു ഭാഗം തന്നെ കണ്ടില്ലേ, എന്ത് ഭംഗിയല്ലേ കാണാൻ. ഇരുഭാഗത്തും പച്ചപ്പും പിന്നിലായി വെള്ളച്ചാട്ടവും. പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു രസമാണ് ഈ കാഴ്ചകൾ. നല്ല തണുത്ത കാറ്റാണ് വെള്ളച്ചാട്ടത്തിൻ്റെ ഭാഗത്ത് നിന്ന്. അതുപോലെ തന്നെ നല്ല തണുത്ത വെള്ളവും. ഭയങ്കര തണുപ്പെന്ന് പറയാം. ഈ പാറകളിൽ ചവിട്ടുമ്പോൾ തന്നെ കാലിലാ തണുപ്പറിയാം.
ഇവിടുത്തെ ഈ ശബ്ദവും കാറ്റും കാഴ്ചകളും തികച്ചും വ്യത്യസ്തമാണ്. സ്വച്ഛമായ പ്രകൃതിയുടെ മടിത്തട്ടിലേക്ക് എത്തുന്ന ഒരു പ്രതീതിയാണ്. മഴ മാറിയിട്ടും തരക്കേടില്ലാത്ത വെള്ളമുണ്ട്. മുണ്ടക്കയത്തോട് ചേർന്നുള്ള എല്ലാ വെള്ളച്ചാട്ടങ്ങളും മഴക്കാലത്താണ് കൂടുതലും ആക്റ്റീവായിട്ടുള്ളത്. മഴക്കാലത്ത് ഈ പ്രകൃതിയുടെ ഭംഗി ഏറുമെന്ന് പറയാം. കുറച്ചൊന്ന് നടന്നു കയറിയാലേ വെള്ളച്ചാട്ടത്തിന്റെ ഭാഗത്തേക്ക് എത്താൻ പറ്റും. ചെറിയൊരു കയറ്റമാണ് കേട്ടോ, കുറച്ചൊന്ന് കയറി പോകാനായിട്ടുണ്ട്. വെള്ളച്ചാട്ടത്തിൻ്റെ സൈഡിൽ വഴിയുണ്ട്. ഞങ്ങൾ മുമ്പേ വഴിയൊക്കെ തപ്പി. പാലത്തിൻ്റെ അപ്പുറത്തൂടെ നമുക്ക് കയറി വരായിരുന്നു, അല്ലെങ്കിൽ വെള്ളം ഒഴുകി വരുന്ന ഭാഗത്തൂടെ കയറിയിട്ട് നമുക്ക് അപ്പുറത്തെ ഭാഗത്തിറങ്ങി മുകളിലേക്ക് കയറാം. ഇതിപ്പോൾ ഞാൻ കാണിച്ച ഭാഗം വെള്ളച്ചാട്ടത്തിൻ്റെ ഏറ്റവും താഴെ ഭാഗമാണ്, റോഡിനോട് ചേർന്നുള്ളൊരു ഭാഗമാണ്. ഇനി നമ്മൾ മുകളിലേക്ക് കയറി പോയാലേ ശരിക്കുള്ള വെള്ളച്ചാട്ടത്തിൻ്റെ ഭാഗത്തേക്ക് എത്താൻ പറ്റും. ഇങ്ങനെയൊക്കെയുള്ള സ്പോട്ടുകളിൽ വരുമ്പോൾ കുറച്ച് ഉപ്പ് കരുതുന്നത് നല്ലതാണ്. നമ്മുടെ രക്തം ഊറ്റുന്ന കുളയട്ടയില്ലേ, അത് കാണാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് എപ്പോഴും ഞങ്ങളിങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ ഒന്ന് ഉപ്പ് കുറച്ച് കൈ കരുതും. അങ്ങനെ ഒടുവിൽ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തെത്തി. അധികം നടന്ന് കയറാനില്ലെന്ന് പറയാം. എളുപ്പത്തിൽ നടന്ന് കയറി വരാൻ പറ്റും. നല്ല ഭംഗിയുള്ള വെള്ളച്ചാട്ടമല്ലേ? എന്ത് ഭംഗിയല്ലേ താഴേക്ക് ഇങ്ങനെ വെള്ളം വീഴുന്നത് കാണാൻ. ഒരു 100-150 അടി ഉയരം കാണും. പിന്നെ ഒത്തിരി ഷാർപ്പ് എഡ്ജസിൽ തട്ടിയാണ് വെള്ളം താഴേക്ക് വീഴുന്നത്. അതുകൊണ്ട് തന്നെ പതഞ്ഞാണ് വെള്ളം താഴേക്ക് പതിക്കുന്നത്. ഒന്ന് കുളിച്ച് കയറാൻ പറ്റിയ സ്പോട്ടാണ്. മുന്നിലധികം ആഴമില്ല. ഒരുപാട് പേര് മെയിൻ റോഡിൻ്റെ ഭാഗത്ത് ബസ് ഇറങ്ങി ഇങ്ങോട്ടേക്ക് ഇന്ന് വന്നിട്ടുണ്ട്. അത്രയ്ക്കും സേഫായ ലൊക്കേഷനായി അറിയപ്പെടുന്ന സ്പോട്ടാണിത്. വളരെ എളുപ്പത്തിൽ എത്തിച്ചേരാനും പറ്റും. നല്ല ഉയരമുള്ളൊരു വെള്ളച്ചാട്ടമാണ്. മുന്നിൽ നല്ല കറുത്ത നിറമുള്ള ഉരുളൻ പാറകളും അതിനിടയിലൂടെ വെള്ളം ഒഴുകി വരുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട വടക്കേമല വെള്ളച്ചാട്ടമില്ലേ, അതിൻ്റെ നേർ ഓപ്പോസിറ്റ് സൈഡാണ് ഈ ഭാഗം. അതുകൊണ്ടാവും ഈ മലകൾക്ക് തെക്കേമല എന്ന് പേര് കിട്ടിയത്. ഈ രണ്ട് സ്പോട്ടുകളിലേക്കുമുള്ള യാത്രയിൽ പ്രകൃതിയുടെ കാഴ്ചകളിൽ നിന്ന് കിട്ടുന്ന ഒരു വൈബുണ്ട് നമുക്ക്. അത് തന്നെ മതി ഇങ്ങോട്ടേക്കുള്ള യാത്ര ഏറ്റവും മികച്ചതാക്കാൻ. നല്ല ശാന്തതയാണ് ഇവിടെ, സ്വസ്ഥതയുള്ളൊരു പ്രദേശം. ഇങ്ങോട്ടേക്കുള്ള വഴി തന്നെ കണ്ടില്ലായിരുന്നോ? എന്ത് ഭംഗിയായിരുന്നല്ലേ നമ്മൾ കണ്ട ഓരോ കാഴ്ചകളും. ഒന്ന് റിലാക്സ്ഡ് ആവാൻ പറ്റിയ സ്പോട്ടാണ്. മനോഹരമായ എത്ര കാഴ്ചകൾ. ഒടുവിൽ ഈ വെള്ളച്ചാട്ടത്തിന്റെ കാഴ്ചകൾ കൂടിയാവുമ്പോൾ പറയേണ്ടതില്ലല്ലോ. മനോഹരമായ കാഴ്ചകൾ നമ്മൾ വീണ്ടും വിറ്റടിക്കുകയാണ്. മറ്റ് കാഴ്ചകൾ തേടി, ഉയരങ്ങൾ തേടി, വിസ്മയങ്ങൾ തേടി. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒപ്പം നമ്മുടെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഒപ്പം കാണുന്ന നോട്ടിഫിക്കേഷൻ ബെൽ അമർത്താനും മറക്കരുത്. മറ്റ് കാഴ്ചകളുമായി നമുക്ക് വീണ്ടും കാണാം.